റിപ്പോർട്ടർ ചാനലിലെ ആ കറവക്കാരൻ ആര്? അവതാരികമാരായ പീനസ്തനികളും നിതംബിനികളും ജാഗ്രത. നിങ്ങൾ മരം കൊള്ളക്കാരന്മാരായ റിപ്പോർട്ടർ ചാനലിന്റെ ഡെസ്കിൽ പണിയെടുക്കുവാൻ പോകുമ്പോൾ നല്ല കട്ടിയുള്ള പടച്ചട്ട ധരിച്ചുകൊണ്ട് മാത്രം പോകുക. കാരണം അതിഭീകരന്മാരായ കറവക്കാരന്മാർ അവിടെയുണ്ട്. അമ്മിഞ്ഞയിൽ പിടിച്ചിട്ട് മുഖം തരാതെ ഓടി രക്ഷപ്പെടുന്ന ഭീകരന്മാർ വരെ അവിടെയുണ്ട്. ഇത് പറയുന്നത് മറ്റാരുമല്ല, ആ ചാനലിൽ 1.5 കൊല്ലം റിപ്പോർട്ടറായി ജോലിയെടുക്കുകയും ഒടുവിൽ മോശം അനുഭവം ഉണ്ടായതിനെ തുടർന്ന് ആ ചാനൽ വിട്ട മുൻ റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാറാണ് തൻ്റെ ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. റിപ്പോർട്ടർ ചാനലിൻ്റെ ബ്യൂറോ ചീഫായിരുന്ന TU പ്രസാദിൽ നിന്നും ദുരനുഭവം ഉണ്ടായതിനെ തുടർന്നാണ് ജോലി രാജിവെച്ചതെന്ന് മുമ്പ് അഞ്ജന അനിൽകുമാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. ആ പോസ്റ്റിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമൊന്ന് ഞാൻ വായിക്കാം. ഞാനും പരാതി നൽകി. ഉടൻ തന്നെ ട്രാൻസ്ഫർ തന്ന് സഹായിച്ചു. ഒരു ജൂനിയർ റിപ്പോർട്ടറുടെ പരാതി ആയതുകൊണ്ട് ഗൗരവത്തിൽ എടുക്കാത്തതായിരിക്കാമെന്ന് ചിന്തിച്ചു. ചില മുതിർന്ന റിപ്പോർട്ടർമാരും പരാതി നൽകി, ഗുണമുണ്ടായില്ല. ഒടുവിൽ അവർ ഇവിടം വിടുന്നതും നോക്കി നിൽക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും തലസ്ഥാനത്ത് ഒരു വിഷപ്പാമ്പായി അയാൾ വാഴുന്നു. കർമ്മ ഇസ് എ ബൂമറാങ് എന്നാണല്ലോ. ആ അഞ്ജന അനിൽകുമാർ തന്നെയാണ് റിപ്പോർട്ടറിൽ ജോലി ചെയ്യുന്ന സമയം ന്യൂസ് ഡെസ്കിൽ അടുത്ത സുഹൃത്തായി കണ്ടിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ നിന്നും ഉണ്ടായ ദുരനുഭവം പങ്കുവെച്ചുകൊണ്ട് ഇപ്പോൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ ഞരമ്പൻ മോശമായ പ്രവൃത്തി ചെയ്തു, മുഖം തരാതെ ഓടിപ്പോയി എന്ന് അഞ്ജന പറയുന്നു. അഞ്ജന അന്ന് തൻ്റെ ഹൈഹീലുള്ള ചെരുപ്പ് കൊണ്ട് അവൻ്റെ മുഖത്ത് നല്ലൊരു അടി അടിച്ചിരുന്നു. ചെരുപ്പിന് അടി കൊണ്ട് അരുണിൻ്റെ മുഖത്തായിരുന്നോ അതോ ആൻഡോയുടെ മുഖത്തായിരുന്നോ അതോ ഉണ്ണിയുടെ മുഖത്തായിരുന്നോ പാടുണ്ടായിരുന്നതെന്ന് മെയ് മാസത്തെ വാർത്തകൾ എടുത്ത് പ്രേക്ഷകർ നോക്കിയിട്ട് വിവരം പറയുക. അഞ്ജന അനിൽകുമാറിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഞാനൊന്ന് വായിക്കാം. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പെൺകുട്ടികൾ പരാതി നൽകാത്തത്? ആദ്യം മുതൽ തന്നെ നിലനിൽക്കുന്ന ചോദ്യമാണിത്. പൊതുസമൂഹത്തിൽ ഒരു പരാതിയുമായി വരുവാൻ അവർ ഭയപ്പെടുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും. അത് പലതുമാവാം. കേരളത്തിലെ മുൻനിര മാധ്യമ സ്ഥാപനങ്ങൾ എല്ലാം വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ തന്നെ നടക്കുമ്പോൾ എന്ത് നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നുകൂടി ചർച്ച ചെയ്യേണ്ടതാണ്. മാധ്യമപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യാറില്ല, അതുകൊണ്ട് അതാരും അറിയാറുമില്ല. പലയിടത്തു നിന്നും കേട്ടിട്ടുള്ള വാചകമാണ്, അതെല്ലാ രീതിയിലും ശരിയുമാണ്. ഒരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനം ആവശ്യപ്പെട്ടതുകൊണ്ട് 3 ദിവസത്തെ ഡെപ്യൂട്ടേഷനിൽ ന്യൂസ് ഡെസ്കിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡെസ്കിലെത്തിയ ദിവസം അടുത്ത സുഹൃത്തായി കണ്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും തന്നെ അന്നേ ദിവസം മോശമായ ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പോഴത്തെ ഞെട്ടലിൽ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. മുഖം തരാതെ അയാൾ ഓടിപ്പോയി. ഇയാളെയാണോ ഇത്രയും നാൾ ഞാൻ നല്ല സുഹൃത്തായി കണ്ടത് എന്നതായിരുന്നു എൻ്റെ ചിന്ത. ആ രാത്രി എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞിരുന്നില്ല. ന്യൂസ് ഡെസ്കിലെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ 2 പേരോട് അന്ന് രാത്രി തന്നെ വിഷയം ഞാൻ പറഞ്ഞു. പരാതി നൽകിയാലോ എന്നും ആലോചിച്ചു. പരാതി നൽകരുത് എന്നതായിരുന്നു അവരുടെ ഉപദേശം. എന്നേക്കാൾ മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ, മറ്റു പല മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്ത് അനുഭവ സമ്പത്തുള്ള വ്യക്തി, അത്തരത്തിൽ ഒരാൾക്കെതിരെ പരാതി നൽകിയാൽ നഷ്ടം നിനക്കായിരിക്കും എന്നതായിരുന്നു അവരുടെ മറുപടി. അവർ നൽകിയ ഉപദേശം ശരിയാണ്. പരാതി നൽകിയാൽ പിന്നീട് അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ തന്നെയായിരിക്കും. അതുകൊണ്ട് പരാതി നൽകിയില്ല. പക്ഷേ അവൻ ചെയ്തിട്ടുള്ള മറുപടി അവന് കൊടുക്കണം, എന്നിട്ടേ തിരിച്ചു പോകൂ എന്ന് ഞാൻ ഉറപ്പിച്ചു. പ്രശ്നത്തിനൊന്നും പോകല്ലേ അഞ്ജനെ എന്ന് വീണ്ടും പറഞ്ഞു. ചെറിയൊരു മറുപടി കൊടുത്തിട്ട് ബ്യൂറോയിൽ പൊക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം അതിനുള്ള ചെറിയൊരു മറുപടി കൊടുത്തു. അതിനുശേഷം കോട്ടയം ബ്യൂറോയിൽ തിരിച്ചെത്തി. പിന്നീട് പല ഭാഗത്തു നിന്നും എനിക്ക് ഫോൺ കോളുകൾ വന്നു. ഞാൻ മറുപടി കൊടുത്തത് മാത്രമേ ഫോൺ ചെയ്തവർ അറിഞ്ഞിരുന്നുള്ളൂ. എന്തിനാണ് മറുപടി കൊടുത്തത് എന്ന് അവർ ചോദിച്ചുമില്ല, ഞാൻ പറഞ്ഞതുമില്ല. കുറച്ച് ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം വിഷയം അവിടെ എല്ലാവരും മറന്നു. ഈ സംഭവം ഉണ്ടായി 1.5 മാസത്തിന് ശേഷം എനിക്ക് ലീവ് കിട്ടാത്ത ഒരു സാഹചര്യം വന്നു. മെഡിക്കൽ എമർജൻസി ആയിട്ടും നിനക്ക് ലീവ് തരാത്തത് എന്താണെന്നറിയാമോ എന്ന സുഹൃത്തിൻ്റെ ചോദ്യത്തിലാണ് പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ശരിയാണ്, ഒരുപക്ഷെ ലീവ് തരാത്തതിനുള്ള കാരണം അതാവാം. പക്ഷേ അതൊരു സംശയം മാത്രമായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ സംശയം ഉറപ്പിക്കുവാനും സാധിച്ചു. ജോലി രാജിവെപ്പിക്കണം എന്നൊന്നും അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു. കുറച്ചു ദിവസം അവളെ ഒന്ന് വട്ടം കറക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം, അതായിരുന്നു ഉദ്ദേശം.
ആ ഉദ്ദേശത്തിന് അധികം ദിവസം നിന്ന് കൊടുത്തില്ല. ഉടൻ തന്നെ വീട്ടിൽ പോലും പറയാതെ റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്തു. രാജിവെക്കുന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോഴും പിണങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. ഒന്നിനും കഴിയുന്ന ഒരു മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല അന്ന് ഞാൻ എന്നേ പറയാനുള്ളൂ. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയും മാത്രം. പരാതി കൊടുക്കൂ എന്ന് പറയുവാൻ എളുപ്പമാണ്, പക്ഷേ പരാതി നൽകിയാലും അനുഭവിക്കേണ്ടി വരുന്നത് ഈ യുവതികൾ തന്നെയായിരിക്കും. ഈ കോഴിഫാമായ മരമുറി ചാനലാണ് രാഹുലിനെതിരെ അപവാദങ്ങൾ ഉണ്ടായപ്പോൾ കോടതി ചമഞ്ഞത്. ഈ നാറിയ ചാനലിലെ മൊട്ടകരുൺ അഥവാ അമേരശിരസ്കൻ എന്ന പോക്സോ കേസ് പ്രതിയാണ് മാധ്യമ ജഡ്ജിയുടെ റോൾ കളിച്ചത്. പോക്സോ കേസിലെ പ്രതിയാണ് ഇവനെന്ന് ഓർക്കണം. ഈ വിഷയത്തിൽ ഘോരം നാവാട്ടം നടത്തിയ സുജയ്യ പാർവതിയെക്കുറിച്ചാണ് ശോഭാ സുരേന്ദ്രൻ കാണാൻ പാടില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് ഇവരെ കണ്ടു എന്ന് പറഞ്ഞത്. എനിക്ക് എൻ്റെ കേരളത്തിന്റെ പൊതുസമൂഹത്തോടുള്ള അഭ്യർത്ഥന, ദയവ് ചെയ്ത് ഈ ചാനൽ ദയവ് ചെയ്ത് നിങ്ങൾ കാണരുത്. ഇത് ഇവരുടെ നാടകമാണ്. ഇവർ BJPയോട് ഒരു താല്പര്യവുമുള്ള ഒരു ചാനലല്ല. BJPയോട് താല്പര്യമുള്ള ഒരാളാക്കിയിട്ട് അവരൊരു സ്ത്രീയെ അവതരിപ്പിച്ചു. ആ സ്ത്രീയാണ് സുജയ പാർവതി. അവരാദ്യം 24-ലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പൊ നാട്ടുകാർ എന്ത് കരുതി? 24 റിപ്പോർട്ടറും രണ്ടും രണ്ടാണ്. അല്ല, റിപ്പോർട്ടറിൽ നിന്ന് തന്ത്രപൂർവം ഭാരതീയ മസൂർ സംഘത്തിന്റെ ഒരു പരിപാടിയിൽ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നു. അതിന്റെ പിറകിലും ഈ തിരക്കഥാകൃത്തുക്കളാണ്. അവിടെ വിളക്ക് കൊളുത്തിയപ്പോ എന്റെ സഹപ്രവർത്തകന്മാരൊക്കെ വിചാരിച്ചു ഈ സ്ത്രീക്ക് സംഘടനാപരമായിട്ടുള്ള ബോധമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുകയാണ്, സംഘടനാ താല്പര്യമുള്ളത് കൊണ്ടാണ് വന്നത് എന്ന് പ്രസ്ഥാനം തെറ്റിദ്ധരിച്ചു. അങ്ങനെ വിളക്ക് കൊളുത്തിയതിനു ശേഷം ആ ചാനലിൽ നിന്ന് കടുത്ത നടപടി ഉണ്ടാകുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ടാക്കി അത് പുറത്തിടുന്നു. പിന്നെ അതിനെ തുടർന്ന് ധാരാളം ചർച്ചകൾ. എൻ്റെ പാവപ്പെട്ട പ്രവർത്തകന്മാരും സിന്ദാബാദ് വിളിച്ചു സുജയ പാർവതിക്ക് വേണ്ടിയിട്ട്. കാരണം എന്താണ്? സംഘ താല്പര്യം മനസ്സിലുള്ള ഒരാളാണ് എന്ന് കരുതി. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് കണ്ടത് സുജയ പാർവതിയെ റിപ്പോർട്ടറിലേക്ക് എടുക്കുന്നു. റിപ്പോർട്ടറും 24-ഉം ചേട്ടനും അനിയനുമാണ്. അങ്ങനെ ഒരു നാടകം. അങ്ങനെ സുജയ പാർവതി മറ്റൊരു ചാനലിൽ റിപ്പോർട്ടറിൽ വന്നിരിക്കുന്നു. എന്നിട്ട് ശോഭാ സുരേന്ദ്രനെ ഇകഴ്ത്തുക. മറ്റൊരു കേസ് വരുന്ന സമയത്ത് സുരേന്ദ്രനെതിരായിട്ട് വേറൊരാൾ അവതരിപ്പിക്കുക. അത് അവതരിപ്പിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എൻ്റെ പത്രസമ്മേളനം തന്നെ ഇപ്പോൾ ലാഗ് ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ സമയം ഇനി കൂടുതൽ എടുക്കുന്നില്ല. ആ സമയത്ത് BJPക്ക് അനുകൂലമായിട്ട് സംസാരിക്കുക. സുജയ പാർവതിക്ക് അറിയാമല്ലോ, ശോഭാ സുരേന്ദ്രൻ ആദ്യമായിട്ട് മുഖാമുഖം സുജയ പാർവതിയെ എവിടെയാണ് കണ്ടത് എന്ന് സുജയ മറന്നിട്ടുണ്ടാകും. ഞാൻ മറന്നിട്ടില്ല. അത് ഇനിയൊരു അവസരത്തിൽ ആവശ്യം വന്നാൽ അപ്പോൾ നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടിയിട്ട് പറയാം എന്നാണ്. റിപ്പോർട്ടറിൽ നിന്നും ഓടിപ്പോയ ഉണ്ണിയുടെ അനുജൻ ഫ്ലൂട്ടിന്റെ കൂടെ വെപ്പാട്ടിയായി ജീവിച്ച കുടുംബം തകർത്ത മറ്റൊരുവളും രാഹുലിനെ വിചാരണ ചെയ്യുവാൻ ഈ ചാനലിൽ മുൻപിലുണ്ടായിരുന്നു എന്ന് മറക്കരുത്. മൊട്ടാരുൺ വ്യാജ വാർത്തകൾ വായിക്കുമ്പോൾ ഉണർവും ഉന്മേഷവും ഉണ്ടാകുവാൻ കമ്പിരസായനം കലക്കി കപ്പിൽ കുടിച്ചുകൊണ്ടാണ് വാർത്ത വായിക്കുന്നതെന്ന് ചാനലിലെ ജീവനക്കാർ ITV ന്യൂസിനോട് വെളിപ്പെടുത്തുന്നു. അഞ്ജന അനിൽകുമാർ വെളിപ്പെടുത്തിയ ആ മരമുറി ചാനലിലെ കറവക്കാരൻ ആരാണെന്നറിയണമെങ്കിൽ അഞ്ജന അത് വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കമ്പിരസായനം കലക്കി കുടിക്കുന്ന പോക്സോ അരുണാണോ, അതോ കാട്ടുകള്ളൻ ആൻഡോ അഗസ്റ്റിനാണോ, അതുമല്ലെങ്കിൽ മരമുറി ചാനലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ശുണ്ണി ബാലകൃഷ്ണനാണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. മരംകൊത്തി ആൻഡോ രാഹുലിനെതിരെ വ്യാജവാർത്തകൾ എന്ന് പടച്ചുവിട്ടപ്പോൾ ആവേശത്തോടെ ഇരുന്ന് പടച്ചുവിട്ടത് കാണുക. ഇനിയും ഒരു 3 കൂടെ തൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് ഈ മണ്ടൻ ഇപ്രകാരം ഒരു പ്രസ്താവന നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ ഈ കാട്ടുകള്ളന്മാരാണെന്ന സത്യം ജനങ്ങൾക്ക് മനസ്സിലായത്. ഇതൊന്നും 2, 3 ഒന്നല്ല കേട്ടോ, ഇനി വരാൻ കിടക്കുന്നുണ്ട്. ഒന്ന് മൂളിയിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർ TV 3 കൊടുക്കും. ആ ആൾക്കാരുണ്ടല്ലോ ഇത് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ തന്നെ കൊടുക്കുന്നുണ്ട്. കൊടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ കൊടുക്കാനൊരു 3 വേറെ ഇനി ഇരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു MLA കുറിച്ച് പറയുന്നത് ഇപ്പൊ 3 വന്നു, അഡീഷണൽ 3 കൂടെയാണ് പറയുന്നത്. ഇത് നടപടി സ്വീകരിക്കാൻ പറ്റും. എന്തിനാണ് എങ്ങനെ ഒരു MLA? ഈ 6 മാസം കൂടി ഇല്ല, എന്തിനാ MLA ഇങ്ങനെ ഒരു MLA? ആ പാർട്ടിക്ക് മിണ്ടാൻ പറ്റുന്നില്ലല്ലോ. ഒടുവിലിതാ അകട് വിവാദത്തിൽ ഇവന്മാരും പെട്ടു. മൊട്ടെ ജന്മന്മാരെ ജീവനക്കാരിയെ ഡെസ്കിലിട്ട് കറക്കുവാൻ ശ്രമിച്ച ആ നാറിയാരാണ്? അവൻ്റെ പേര് പറഞ്ഞിട്ട് മതി നിന്റെയൊക്കെ ഇനിയുള്ള വ്യാജവാർത്ത കച്ചവടം. ദൈവമേ, പണി ഇപ്പോൾ വളരെ ഇൻസ്റ്റന്റ് ആണല്ലോ. കറവക്കാരന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നോക്കിയും കണ്ടും i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.